ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യൂട്ടായിട്ടും അതുപോലെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ് എന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള ഒരു സ്റ്റാർ ബീഡിലോട്ട് നമ്മൾ ഐപ്പിന്നെ കോത്ത് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡും ലോക്ക് ചെയ്തെടുക്കുന്നു. ഐപ്പിന്നിൻ്റെ വേണ്ടത്ര ലെങ്ത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ലോക്ക് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബീഡ് കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ബീഡാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഐപ്പിൻ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ബീഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ ഭാഗം നമുക്കിതുപോലെ വളച്ചെടുത്ത് കൊടുത്തിട്ട് നമ്മുടെ സ്റ്റാർ ഷേപ്പുള്ള ബീഡ് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഇനി നമുക്ക് ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ് കൂടെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3-4 കളറിലുള്ള കമ്മൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇതുപോലത്തെ ബീഡ്സ് നമുക്ക് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ബ്രേസ്ലെറ്റിലൊക്കെ ഇങ്ങനത്തെ ഷേപ്പുള്ള കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചാൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഇയറിങ് റെഡിയാക്കാം. അപ്പോൾ ആർട്ട് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.